പി.സി. ജോർജിന്റെ വിദ്വേഷ പരാമർശത്തിൽ പരാതിക്കാരനായ യൂത്ത് ലീഗ് നേതാവ് യഹ്യ സലീമിനെ പോലീസ് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു. പരാതി നൽകി 4-ാം ദിവസമാണ് ഈരാറ്റുപേട്ട പോലീസിന്റെ നടപടി. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, പരാതി നൽകിയിട്ട് 4 ദിവസം പിന്നിടുകയാണ്. അപ്പോഴാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നത്. അമൃത, പി.സി. ജോർജിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ വ്യാപകമായ പ്രതിഷേധവും വിമർശനവും ഉയർന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആദ്യം പരാതി നൽകിയ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രസിഡന്റായ യഹിയ സലീമിനെ അടക്കമുള്ളവരെയാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്നത്. പരാതിയിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് മൊഴിയെടുക്കലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും കേസെടുക്കുന്നതിന് മുമ്പ് ഇത്തരം നടപടിക്രമങ്ങൾ പോലീസ് നടത്താറുണ്ട്. അങ്ങനെയും നമുക്കിതിനെ മനസ്സിലാക്കാം. എന്തായാലും അമൃത സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം. വിവാദമായ പ്രസ്താവന സ്വകാര്യ ചാനലിന്റെ ചർച്ചാ പരിപാടിക്കിടയിൽ പി.സി. ജോർജ് നടത്തിയത്. തുടർന്ന് 6-ാം തീയതിയാണ് യൂത്ത് ലീഗ് പരാതി നൽകിയത്. മറ്റ് വിവിധ സംഘടനകൾ SDP, വെൽഫെയർ പാർട്ടി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ സംഘടനകളൊക്കെയും ഇത് സംബന്ധിച്ച് പരാതി നൽകി. 7ഓളം പരാതികൾ സംസ്ഥാന വ്യാപകമായി വിവിധ സ്റ്റേഷനുകളിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ദിവസം വരെയും ഇതിൽ തുടർ നടപടികൾക്ക് പോലീസ് തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഇന്ന് ഉച്ചയോടുകൂടി യൂത്ത് ലീഗിന്റെ ആദ്യ പരാതിക്കാരനായ യൂത്ത് ലീഗിന്റെ ഈരാറ്റുപേട്ട മണ്ഡലം പ്രസിഡന്റിനെ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ആ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനുശേഷം കേസെടുക്കുന്നത് സംബന്ധിച്ചുള്ള പോലീസിന്റെ നിലപാട് അറിയാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധങ്ങളും ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഉള്ള മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും താൻ ഈരാറ്റുപേട്ടയിലാണ് ജനിച്ചു വളർന്നത്, തൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തന്നെ തോൽപ്പിച്ചത് ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിം വർഗീയതയുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് എന്നും അടക്കമുള്ള വളരെ വിവാദമായ പരാമർശങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത്. കൂടാതെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നും കുഞ്ഞാലിക്കുട്ടിയും KT ജലീലും ജമാഅത്ത് ഇസ്ലാമിയും SDP ചേർന്ന് പാലക്കാട് BJP തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വളരെ അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ അത് സംബന്ധിച്ച് വീഡിയോ സഹിതം പരാതി നൽകിയിട്ട് പോലീസ് നടപടിയെടുത്തിരുന്നില്ല. ഏറ്റവും ഒടുവിൽ 4 ദിവസത്തിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ ഒരു ചെറുവിരലെങ്കിലും അനക്കിയത്. അമൃത. ശരി, വിവരങ്ങളാണ് ജോസി ബാബു പങ്കുവച്ചത്.